നമ്മൾ പലപ്പോഴും പല സിനിമകൾ ഇറങ്ങുമ്പോഴും പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ പാൻ ഇന്ത്യൻ സിനിമയെ നമ്മൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഒരു യഥാർത്ഥ പാൻ ഇന്ത്യൻ സിനിമ എന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് വേരൂന്നിയതും പ്രാദേശിക അഭിനേതാക്കളെ കൊണ്ട് തയ്യാറാക്കിയതുമായ ഒരു കഥയാണ്. എന്നാൽ അത് മുഴുവൻ ദേശീയ പ്രേക്ഷകരുടെയും അഭിരുചികളുമായി ചേർന്നു പോകുന്നു. ഉദാഹരണത്തിന് തെലുങ്ക് തമിഴ് അഭിനേതാക്കളെ മുഖ്യമായും അണിനിരത്തി നിർമ്മിച്ച ബാഹുബലി തെലുങ്ക് സിനിമാ പ്രേക്ഷകരുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷേ രാജ്യവ്യാപകമായി വൻ വിജയം നേടി. അതുകൊണ്ട് തന്നെ അതിനെ ഒരു പാൻ ഇന്ത്യൻ ചിത്രമാക്കി മാറ്റുന്നു. ദംഗലും ഈ വിഭാഗത്തിൽ പെടുന്നു. അതുപോലെ നമുക്ക് RRR, KGF, പുഷ്പ എന്നിവയും പറയാം. എല്ലാം പ്രാദേശിക അഭിനേതാക്കളുടെ പ്രാദേശിക കഥ പറച്ചിലിൽ വേരൂന്നിയതും എന്നാൽ ഹിന്ദി പ്രേക്ഷകരുമായി ശക്തമായി അഭിരുചിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ്. എന്നിരുന്നാലും ഈ മേൽപ്പറഞ്ഞ സിനിമകൾ ഒന്നിലധികം പ്രാദേശിക ഭാഷകളെ മറികടന്ന ബാഹുബലിയിൽ നിന്ന് വ്യത്യസ്തമായി അവയുടെ വിജയം പലപ്പോഴും ഹിന്ദിയിലും അവരുടെ മാതൃഭാഷയിലും മാത്രമായി പരിമിതപ്പെടുത്തി. ഇന്നത്തെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കാന്താര ചാപ്റ്റർ 1. 2022 പുറത്തിറങ്ങിയ അതിൻ്റെ മുൻഗാമിയും വിവിധ ഭാഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കന്നഡ അഭിനേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിച്ച കാന്താര ചാപ്റ്റർ 1, അതായത് ജയറാം ഒഴികെ എല്ലാ ഭാഷകളിലെയും പ്രേക്ഷകരെ ആകർഷിച്ചു. റിലീസ് ചെയ്ത 4-ാം ദിവസം കന്നഡയിൽ നിന്ന് 15.5 കോടിയും തെലുങ്കിൽ നിന്ന് 11.25 കോടിയും ഹിന്ദിയിൽ നിന്ന് 23.5 കോടിയും തമിഴിൽ നിന്ന് 6.5 കോടിയും മലയാളത്തിൽ നിന്ന് 4.5 കോടിയും ഈ സിനിമ നേടി. കന്നഡ സിനിമയിൽ വേരൂന്നിയ ഒരു ചിത്രത്തിന് ഇത്തരം കണക്കുകൾ പലപ്പോഴും അസാധാരണമാണ്. കാരണം കന്നഡ ഭാഷാ സിനിമകൾ ഈ ഇടക്കാലത്താണ് കൂടുതലായി പ്രചാരം ആർജിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകൾ കന്നഡ സിനിമയ്ക്ക് പുതിയതാണ്. തെലുങ്കും തമിഴുമൊക്കെ അതിൽ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കന്നഡ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അസാധാരണമായത് തന്നെയാണ്. ഇതിന് വിപരീതമായി OG മിറായ് പോലുള്ള ചില പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് വിളിക്കപ്പെടാവുന്നവ പ്രാദേശിക ഭാഷകളിൽ സ്വാധീനം ചെലുത്തുന്നതിൽ പരാജയപ്പെട്ടു. ഇമ്രാൻ ഹാഷ്മിയെ ഒരു പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ച OG ഹിന്ദിയിൽ പരാജയപ്പെട്ടു. അതുപോലെ ഹിന്ദി മേഖലയെ ആകർഷിക്കാൻ അക്ഷയ് കുമാർ പോലുള്ള വലിയ താരങ്ങൾക്കായി വൻതോതിൽ പണം ചെലവഴിച്ച കണ്ണപ്പയെ ഹിന്ദി പ്രേക്ഷകരും മറ്റ് സംസ്ഥാനങ്ങളിലും ഒരുപോലെ അവഗണിച്ചു. ഒന്നിലധികം ഭാഷകളിൽ നിന്നുള്ള അഭിനേതാക്കളിൽ പണം ചിലവഴിക്കുന്നത് കൊണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ഉറപ്പൊന്നും നൽകുന്നില്ല. ഉള്ളടക്കമാണ് പ്രധാനം. ആധികാരികവും പ്രാദേശികമായി വേരൂന്നിയതും പ്രാദേശിക അഭിനേതാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് കഥയെഴുതിയതുമായ ഇത്തരം സിനിമകൾ മറ്റുള്ള സ്ഥലത്തെ പ്രേക്ഷകരെ കൂടെ ആകർഷിക്കുമ്പോഴാണ് അതിന് മഹത്വം കൈവരുന്നത്. അല്ലാതെ എല്ലാ ഭാഷകളിലെയും നടന്മാരെ പിടിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പാൻ ഇന്ത്യൻ ചിത്രമാകണമെന്നൊന്നുമില്ല. കാന്താര ചാപ്റ്റർ 1 അതിലെ നായികയെ കാട്ടുന്നത് തന്നെ നോക്കൂ. അവിടെ നിർബന്ധിത ഐറ്റം ഗാനങ്ങളോ അതുപോലത്തെ ക്ലീഷകളൊന്നും ഇല്ല. പകരം പ്രേക്ഷകരെ ആകർഷിക്കാൻ അതിൻ്റെ യഥാർത്ഥ കഥ പറച്ചിലിനെ മാത്രം ആശ്രയിക്കും. 11 ദിവസം കൊണ്ട് OG 283 കോടി ഗ്രോസ് നേടിയപ്പോൾ പൂർണ്ണമായും കന്നഡ താരങ്ങളെ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വെറും 3 ദിവസം കൊണ്ട് 308 കോടി രൂപ നേടി. കന്നഡയിൽ 63 കോടിയും തെലുങ്കിൽ 47 കോടിയും ഹിന്ദിയിൽ 74 കോടിയും തമിഴിൽ 22 കോടിയും മലയാളത്തിൽ നിന്ന് 18 കോടിയും ചിത്രം ഈ 3 ദിവസം കൊണ്ട് നേടി. ഒരു യഥാർത്ഥ പാൻ ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയാണിത്. തിരക്കഥയും ഇമേജറിയും അങ്ങനെയുള്ള സിനിമയിലെ അനവധി ഘടകങ്ങളെയും എല്ലാം തന്നെ മറികടക്കുന്ന ഒന്നുണ്ട്: സമർപ്പണത്തിലെ ശ്രദ്ധേയമായ പരീക്ഷണം. അതുതന്നെയാണ് കാന്താരയെ ഒരു പാൻ ഇന്ത്യൻ സിനിമയെന്ന് 100% വിളിക്കാൻ കാരണം. ഹിന്ദിയിലെ വലിയ താരങ്ങളെയും അമിത ബജറ്റുകളെയും ആശ്രയിച്ച് പ്രേക്ഷകരെ വെറുതെ ബോറടിപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്ന ചില നിർമ്മാതാക്കൾക്ക് ഇതൊരു പാഠമാണ്.